Hey guys, welcome to my another vlog. ഇന്ന് ഞങ്ങൾ ട്രിപ്പ് വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആട്ടോ. ഞങ്ങളിന്ന് കുറേ പ്ലാനൊക്കെ ചെയ്തിട്ടായിരുന്നു വന്നത്. ഞങ്ങൾ കോവളത്തേക്കായിരുന്നു കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഇന്ന് പോവാൻ വിചാരിച്ചത്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എല്ലാ പ്ലാൻസും ഞങ്ങൾ കോൾ ഓഫ് ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഷെഡ്യൂൾസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ അത് 6 PM പോയി. സോ ഞങ്ങൾക്ക് എവിട്ടും പോകാൻ കഴിഞ്ഞില്ല, കാരണം കുറച്ച് ദൂരമൊക്കെ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ പ്ലാനൊക്കെ കോൾ ഓഫ് ചെയ്തിട്ട് ഇന്ന് ഞങ്ങൾ വെറുതെ ഈ ഒരു ഞങ്ങളെ ഹോട്ടലിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ പോയി. പിന്നെ വെറുതെ ഒന്ന് ഞങ്ങൾ ട്രെയിൻ വരുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് കറങ്ങാനല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഒന്ന് മോർണിംഗ് തൊട്ട് ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ തന്നെയായിരുന്നു ടൈം മൊത്തം സ്പെൻഡ് ചെയ്തത്. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇറങ്ങിയത്. ഇപ്പോൾ ഞാൻ ഫ്രഷായി വന്നിട്ടുള്ളതായിരുന്നു. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ കോവളത്ത് പോകുമ്പോൾ ഇടാൻ വെച്ച് പ്ലാൻ ചെയ്ത് എടുത്തു വെച്ചൊരു ഔട്ട്ഫിറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ അവിടുന്ന് ഓടിച്ചാടി തുള്ളി കളിക്കാൻ വേണ്ടി വിചാരിച്ചതായിരുന്നു. ബട്ട് എന്താ പറയുക, നമ്മുടെ പ്ലാനൊക്കെ കോൾ ഓഫ് ആയി. ബട്ട് നോ പ്രോബ്ലം കേട്ടോ. ഇന്നലെ ഞങ്ങൾ ലുലു മോളിൽ ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. സോ ഇപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളൊന്ന് ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് എക്സ്പ്ലോറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കാം കേട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് പാർട്ടിൽ കാണാം ഗൈസ്. നെക്സ്റ്റ് പാർട്ടല്ല, ബാക്കി കാണാം. സോ ഈ ഒരു ക്ലിപ്പ് മോർണിംഗിലതായിരുന്നു കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുമായിരുന്നു. തൊട്ടടുത്ത് പോകാലോ വിചാരിച്ചതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്നല്ല, ആ ഒരു നൈറ്റ് ഇട്ടിട്ട് തന്നെയായിരുന്നു ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ വന്ന സമയം കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾ എണീച്ചത് നേരത്തെ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ എവിടെയും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു. ലഞ്ചായിരുന്നു കേട്ടോ റെഡി ആയത്. പക്ഷേ ഞങ്ങൾക്ക് ലഞ്ച് വേണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ആയിരുന്നു ഈ ആര്യാസിലേക്ക് വന്നത്. ആ നടന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടോ ഒന്ന് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളത്. കാരണം എല്ലാവരും ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമായിരുന്നു കേട്ടോ ഭയങ്കര ഉണ്ട ലുക്ക്. എല്ലാവരും ഞങ്ങളെയും നോക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളും തിരിച്ച് എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നു. കാരണം 2 ദിവസം ഞാൻ ഇവിടെ വന്നിട്ടും 2 ഡേയ്സ് എല്ലാവരും മുല്ലപ്പ് വെച്ചിട്ടായിരുന്നു കേട്ടോ നടന്നത്. എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അവർ ഞങ്ങളെയും നോക്കി, ഞങ്ങൾ അവരെയും നോക്കി എന്ന് പറയാം. അങ്ങനെ പിന്നെ ഇവിടെ വന്ന് ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ പൂരിയും ബാജിയും ആയിരുന്നു. ആ ബാജിക്കറി തീരെ ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു. അങ്ങനെ ഞാൻ ചട്നി വെച്ചിട്ടായിരുന്നു കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ഇവരൊക്കെ ഓർഡർ ചെയ്ത ഗീ റോസ്റ്റിന് നല്ല അടിപൊളി സ്മെല്ലായതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ പീസ് അവരെ നിന്ന് കടം വാങ്ങി കഴിച്ചു ഗൈസ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുറേ ആയി ട്രൈ ചെയ്യണം വിചാരിച്ച ഒരു സാധനമായിരുന്നു കേട്ടോ ഈ ഒരു ബോളിയും പാലട പായസവും. അങ്ങനെ പിന്നെ ഞങ്ങൾ കാലിക്കറ്റിൽ ഇത് അത്ര അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ട്രൈ ചെയ്യാമല്ലോ ഉള്ളത്. പക്ഷേ ഇവിടെ പാലട ഇല്ലായിരുന്നു ഗൈസ്. സോ ഞങ്ങൾ വിചാരിച്ചു കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ വിചാരിച്ച് നേരെ സേമിയ പായസം അതേപോലെ തന്നെ ബോളിയായിരുന്നു ട്രൈ ചെയ്തത്. ഞങ്ങളെല്ലാവരും ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് ഒരു യുദ്ധം തന്നെ ആയിരുന്നു കേട്ടോ. എന്തായാലും നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിച്ചതിൽ. പിന്നെ അതൊക്കെ കഴിച്ച് നേരെ ഇറങ്ങുമ്പോൾ ഒരു പ്രാവമ്മയെ കണ്ട് ഗൈസ്. അങ്ങനെ അതിനെ കുറച്ച് നേരം വെറുപ്പിച്ച് പറപ്പിച്ചതിന് ശേഷം ഹോട്ടലിലെത്തി കുറച്ച് നേരം കിടന്നു. പിന്നെ ഞങ്ങൾ ഹോട്ടലിൻ്റെ താഴെയായിട്ട് ഇവിടെ ഇങ്ങനെ ചിപ്സൊക്കെ പൊരിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് കുറേ ഇപ്പോൾ ചിപ്സൊക്കെ കൊണ്ടുവന്ന് പൊളിക്കുമ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് ചിതറിപ്പോയി കേട്ടോ. അങ്ങനെ എല്ലാവരും അതെടുത്ത് തിരിച്ചിടുന്ന തിരക്കിൽ ഞാൻ അതിൻ്റെ വായിലേക്ക് ഇടുന്ന തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് ഫ്രഷായി സെറ്റായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ളൊരു സെറ്റപ്പിൽ കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോകും കേട്ടോ. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ ഇനി ലഞ്ച് കഴിക്കാൻ പോകും. ഇതെൻ്റെ റൂമിൽ നിന്നാട്ടോ കേൾക്കുന്നത്. ഞങ്ങൾ മാത്രമാണ് ഇവിടെ ഇത്ര വോളിയത്തിൽ സോങ് വെച്ചത് ഞങ്ങൾ മാത്രം കേട്ടോ. അപ്പം ജസ്റ്റ് എ സെക്കൻഡ് ഗൈസ്, ഒന്ന് ആ ഡോറൊന്ന് ക്ലോസ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടെ പപ്പനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. പപ്പ ഞങ്ങളുടെ കൂടെ വരില്ല. ഞങ്ങളാട്ടോ ഇന്ന് പോകുന്നത്. കുറച്ച് പൗട്ടുണ്ടോ? ഞങ്ങൾ മാത്രമായിട്ടോ ഇന്ന് പോകുന്നത്. അപ്പം ഞങ്ങളുടെ ട്രെയിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 6 PM എന്നിട്ട് ഞങ്ങൾ നാളെ വീട്ടിലെത്തുന്നതായിരിക്കും. എന്നിട്ട് നാളാട്ടോ അപ്പം വരാം വീട്ടിലേക്ക്. സോ ഗൈസ്, ഞങ്ങൾ പോയിട്ട് ലഞ്ച് കഴിച്ച് വരാം. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയത്. ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഈവനിങ് ആട്ടോ ലഞ്ച് കഴിക്കുന്നത്. അങ്ങനെ നേരെ നമ്മുടെ ജെഫ് ബിരിയാണിയിലേക്കായിരുന്നു കേട്ടോ പോയത്. കാലിക്കറ്റിൽ നിന്ന് ഞാൻ എന്നും ട്രൈ ചെയ്യണം വിചാരിക്കുന്ന ഒരു സ്പോട്ടാണ്. പക്ഷേ ഇന്നേ വരെ കാലിക്കറ്റിൽ നിന്ന് ഞാൻ പോകാത്തൊരു പ്ലേസ് ആട്ടോ ഇത്. ട്രൈ ചെയ്യണം വിചാരിച്ചിട്ടുണ്ടെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും ട്രിവാൻഡ്രം എത്തിയിട്ടായിരുന്നു ട്രൈ ചെയ്യാനുള്ള ഒരു വിധി. അങ്ങനെ അവിടുന്ന് ആ ഒരു യമൻ റൈസും അഫ്ഗാനി ചിക്കനും ആയിരുന്നു വാങ്ങിയത്. അത് മാത്രമാണല്ലോ അവിടെ ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ആ ഒരു പിക്കിൾ എന്തായാലും എടുത്ത് പറയേണ്ടതായിരുന്നു കേട്ടോ. ആ ഒരു ഡേറ്റ്സിൻ്റെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഫുഡും ഇഷ്ടപ്പെട്ടു. ഒരു മൈൽഡായിട്ട്
ആയിട്ടുണ്ട് റൈസും, അതിലേക്ക് ആ ഒരു ക്രീമി ആയിട്ടുണ്ട് ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് ഇവരൊരു സ്യൂട്ട് കേസൊക്കെ വാങ്ങി, എവിടെ പെട്ടി ഉണ്ടായാലും അപ്പം അവർക്ക് വാങ്ങണം കേട്ടോ. അങ്ങനെ അത് ആ പെട്ടി വാങ്ങിയിട്ടുള്ള ഒരു അന്നനടയാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ പിന്നെ നേരെ റൂമിൽ പോയി ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളത് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവായിരുന്നു കേട്ടോ. ഗൈസ്, ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ട്രിവാൻഡ്രം എക്സ്പ്ലോർ ചെയ്യാനുള്ളതൊക്കെ വീണ്ടും പ്ലാനൊക്കെ മൂഞ്ചി ഗൈസ്. ഇനി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നേരെ പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ചിപ്സൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ചിപ്സൊക്കെ വാങ്ങി തന്നു, കാരണം ഞങ്ങൾ ഒറ്റക്കല്ലേ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ചിപ്സൊക്കെ ഓൾറെഡി വാങ്ങി തന്നു. കാരണം ഞങ്ങൾക്ക് ഭയങ്കര സ്പീഡാട്ടോ. ട്രെയിനൊക്കെ നിർത്തിയിട്ട് വാങ്ങാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ട്രെയിൻ വിട്ടാലും ഞങ്ങൾ അതിലേക്ക് എത്തില്ല. അതുകൊണ്ട് വേഗം ഇവിടുന്ന് തന്നെ ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ഞങ്ങൾ ഹോട്ടലിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഓവർ അങ്ങോട്ട് കുറച്ച് നടക്കാനുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ അതാ ഗൈസ് എൻ്റെ ചെരുപ്പൊക്കെ പൊട്ടി. അങ്ങനെ പിന്നെ ഞാൻ എത്തിയതുണ്ടായിരുന്നു ഭാഗ്യം കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ കിടന്നു. അങ്ങനെ ഇത് ഇരുടായിട്ടല്ല കേട്ടോ, ഇവിടെ ലൈറ്റ് ഓഫ് ആക്കിയതായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ ആസ് യൂഷ്വൽ ഞങ്ങളെ തീറ്റപ്പണി തന്നെ തുടങ്ങി. കാരണം ഞങ്ങൾക്ക് ഇവിടെ ബോറടിക്കായിരുന്നു കേട്ടോ. ഒന്നാമത് ഞങ്ങളെ സീറ്റിൻ്റെ വിൻഡോ ഓപ്പൺ ആവുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ബെഡൊക്കെ സെറ്റാക്കി കിടക്കാമല്ലോ വിചാരിച്ചു. വിൻഡോ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ട്രെയിനിലിരിക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ ഓടി ചെന്നിട്ട് വിൻഡോ സൈഡിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ ആയിരുന്നു മൂഞ്ചത് അറിഞ്ഞത്. അങ്ങനെ കുറേ നേരം ഫുഡ് അടി തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തോന്നി വാങ്ങിയ ഫുഡൊക്കെ ഏകദേശം കഴിഞ്ഞു, പക്ഷെ ബോറടി മാറിയില്ല. സോ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കളിക്കാമല്ലോ വിചാരിച്ച് കുറച്ച് നേരം സ്റ്റോൺ പേപ്പർ സീസറൊക്കെ കളിച്ചു. പിന്നെ അന്താക്ഷരിയൊക്കെ കളിച്ചു. ഞങ്ങൾ 2 പേരായിരുന്നു കേട്ടോ ടീം, ഇവർ 2 പേരായിരുന്നു വേറെ ടീം. അങ്ങനെ പിന്നെ അതാ വീണ്ടും കേക്കൊക്കെ എടുത്ത് കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതാ രാത്രിത്തെ ബിരിയാണി ആയിരുന്നു കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ ഇവിടെ റെസ്റ്റ് എടുക്കായിരുന്നു കേട്ടോ. എൻ്റെ റെസ്റ്റിംഗ് ഫേസാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മൂവിയാണ്. ഞാൻ ഓൾറെഡി ലാപ്പത്ത ലേഡീസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു. അതും ഒരു ട്രെയിൻ റിലേറ്റഡ് ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതന്നെ ഇരുന്ന് കാണാമല്ലോ വിചാരിച്ചു. അത് കണ്ട് നല്ല അടിപൊളി മൂവി ആയിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴായിരുന്നു കണ്ടത്. അങ്ങനെ അതാ ടൈമൊക്കെ എല്ലാവരും കിടന്ന് ഉറങ്ങിയിട്ടും ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. എനിക്കെന്തെന്ന് അറിയില്ല, ഉറക്കേ കിട്ടിയിട്ടില്ലായിരുന്നു. ഞാനിങ്ങനെ ബോറടിച്ച് ചാവായിരുന്നു കേട്ടോ. വീണ്ടും എനിക്ക് വിശന്നപ്പോൾ ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ചു. എന്നിട്ടായിരുന്നു കേട്ടോ ഞാൻ കിടന്നുറങ്ങിയത്. പിന്നെ ഞാൻ എണീച്ചത് അറിഞ്ഞിട്ടില്ല ഗൈസ്, എത്രയോ പെട്ടെന്ന് ഉറങ്ങി എണീച്ച പോലെ. അങ്ങനെ അത് ഉറങ്ങി എണീച്ച് ഇങ്ങനെ ആ ഒരു വൈക്ലബ് കേട്ടോ ഞങ്ങൾ 2 മുഖത്തും കാണുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കാലിക്കറ്റ് എത്തി കാല് കുത്തിയപ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് ഞങ്ങൾ മഴക്കാറ് പോലും ട്രിവാൻഡ്രത്ത് കണ്ടില്ലായിരുന്നു. മഴയേ പെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. കാലിക്കറ്റ് എത്തിയപ്പോൾ തന്നെ അത് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടോ. നല്ല അടിപൊളി മഴയായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇവരെല്ലാവരും ഇവിടെ എത്തിയപ്പം ടോയ്ലറ്റിലേക്ക് പോയി. ഞാനിവിടെ ഇങ്ങനെ ലഗേജൊക്കെ ഇങ്ങനെ സേഫാക്കി സെക്യൂറാക്കി ഇരിക്കുകയായിരുന്നു കേട്ടോ, ഞാനും ജൂജും കൂടി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പം വിശന്നപ്പോൾ ഒന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാമല്ലോ വിചാരിച്ചു. ഒരു പത്തിരിയൊക്കെ വാങ്ങി കഴിച്ചു. ഉപ്പില്ലായിരുന്നു ഗൈസ് ഇതിന്. എൻ്റെ കണ്ണിന് എന്തോ ഒരു കോങ്കണ്ണ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഒരു മാ കുടിച്ചു. ചായ എനിക്ക് ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് മാ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. നല്ല ഇതൊരു ഏർലി മോർണിംഗിലായിരുന്നു സംഭവം, 4:30 കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ ആരും വിളിക്കാനൊന്നും വരാനൊന്നുമില്ല. പക്ഷേ ഇരിക്കുന്നത് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ മതിയല്ലോ. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ടൈം ആവുന്നതിനെ കൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോലെ വിചാരിച്ച് കാത്തിരിക്കായിരുന്നു. അങ്ങനെ പിന്നെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിക്കണോ നോക്കാൻ വേണ്ടി പോയപ്പം ഒറ്റൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കൂടി കാത്തുനിന്ന് 5:30 ആയപ്പോഴത്തേനും റെയിൽവേ സ്റ്റേഷനിലുള്ള റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്ത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. അതൊക്കെ കഴിച്ചിട്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് ഓട്ടോ പിടിക്കാൻ പോയി. അങ്ങനെ ഓട്ടോ ഒക്കെ പിടിച്ചു. ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ 2 ദിവസമായിട്ട് ഞങ്ങൾ വീട് നല്ലതുപോലെ മിസ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. സോ ഗൈസ്, 2 ഡേയ്സിന്റെ ട്രിപ്പിന് ശേഷം ഞങ്ങളത് ഫൈനലി ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. നമ്മൾ ട്രിപ്പ് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ വേറെ തന്നെ ഒരു സുഖാട്ടോ, വീട് കണ്ടാൽ തന്നെ ഒരു സുഖാട്ടോ. സോ ഇതായിരുന്നു എന്റെ ട്രിവാൻഡ്രം ട്രാവൽ വ്ളോഗ്. അപ്പൊ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ നെക്സ്റ്റ് വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. സോ see you in next vlog. Stay tuned guys. Bye bye. Tata. See you.